കണ്ടു കഴിഞ്ഞാൽ തോന്നും ഭയങ്കര എളുപ്പം പിടിച്ച പരിപാടിയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിരട്ട അടുപ്പിലിട്ട് നന്നായിട്ട് അങ്ങ് കത്തണം. ഇത് കത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇത് അതിനകത്തിരുന്ന് അങ്ങ് പുകഞ്ഞുകൊണ്ടിരിക്കും. തേപ്പൊട്ടിക്കകത്തോട് നമ്മൾ ചിരട്ട കത്തുന്നതിന് മുമ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്ന് അങ്ങ് പുകഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നന്നായിട്ട് കത്തിയ ശേഷം നമ്മൾ ഇടുകയുള്ളൂ. പിന്നെ എനിക്ക് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് തീ അങ്ങോട്ടേക്ക് കുറയാനും പാടില്ല, എന്നാൽ തീ അതേൽ വേണം തന്നെ ചിരട്ടയിൽ. എന്നിട്ട് ഈ ചിരട്ട നമ്മൾ 2 കോല് വെച്ചിട്ടാട്ടോ, 2 കോല് കൊണ്ട് പിടിച്ചിട്ടാണ് ഇത് അതിനകത്തോട്ട് എടുത്തിടുന്നത് കേട്ടോ. ഇനി ഈ പിടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് തീ അതിൽ തന്നെ ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇങ്ങനെ വിണ്ട് കീറുന്ന പോലെ പൊട്ടി വരും. അപ്പോഴത്തേക്കും ചില സമയങ്ങളിൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ദേഹത്തേക്ക് വീണതൊക്കെ ഇരിക്കും. കുറച്ച് ഡേഞ്ചർ പിടിച്ച പരിപാടിയാണ്, ശ്രദ്ധിക്കണം. അപ്പം ഞങ്ങൾക്ക് പിന്നെ ഇത് പിന്നെ ശീലമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു തോട്ടി പോലത്തെ നീളമുള്ളൊരു കമ്പ് എപ്പോഴും കൈ കാണും ഇതിനു വേണ്ടി തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ചെയ്ത് ശീലമുണ്ട്. ചെറുപ്പം തൊട്ടിട്ടാണെങ്കിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തേക്കുന്ന കാരണം നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ടും ചെറുതായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഇപ്പം പിന്നെ നന്നായിട്ട് ചെയ്യുന്നുള്ളത് കൊണ്ടും നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആട്ടോ. പിന്നെ ഇത് ഇങ്ങനത്തെ തേപ്പൊട്ടിയിൽ തേച്ചിട്ടുള്ളവർക്കറിയാം, ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു ശീലമായിട്ട് പോകും. മറ്റേതിനോട് അത്ര താല്പര്യം തോന്നത്തില്ല. ഞങ്ങൾക്കും അതുപോലെ തന്നെ കേട്ടോ.